അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ സിമ്പിൾ ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ കേക്കിലേക്ക് ഐസിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് ഗാർഡൻ ഗ്രീൻ ഒന്ന് മിക്സ് ചെയ്താൽ ഈ ഒരു ഷെയ്ഡിലെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1-2 ഡ്രോപ്പ് ബർഗണ്ടി കളറാണ് കേട്ടോ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ നമുക്കിതാ നമ്മുടെ ക്രീം ഈ ഒരു ഷെയ്ഡിലേക്കൊന്ന് കിട്ടുവേ. അപ്പോൾ ഈ ഒരു കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കേക്കിലേക്ക് ഐസിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കേക്കിലേക്ക് ഡെക്കറേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ട നോസിൽ ലീഫ് നോസിലാണ് കേട്ടോ. ലീഫ് നോസിൽ എന്ന് പറയുമ്പോൾ ചെറിയ ടിപ്പുള്ള നോസിൽ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ആ ഒരു ബാഗിൻ്റെ ടിപ്പ് ചെറുതായിട്ട് വി ഷേപ്പിൽ നിന്ന് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് വൈറ്റ് ക്രീമാണ് എടുക്കുന്നത്, കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ നമുക്ക് ആദ്യം കേക്കിൻ്റെ ബേസിൽ നിന്ന് മുകളിലേക്ക് വരുന്ന രീതിയിൽ ആ ഒരു പൊസിഷനിലൊന്ന് ചെയ്ത് കൊടുക്കാം. ഒരു ഹാഫ് പോർഷൻ മാത്രം ഒന്ന് കവർ ചെയ്ത് വരുന്ന രീതിയിൽ ചെയ്താൽ മതി. കേക്കിന് ചുറ്റും ഒന്ന് കൊടുക്കാം. നമ്മൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഷേക്ക് കൂടി ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനിൽ ഇങ്ങനെ കിട്ടും. ഇപ്പം നമ്മൾ കേക്കിലേക്ക് ഈ ഒരു ഡിസൈൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലവർ ഡെക്കറേഷൻ കൊടുക്കാം. വേണ്ട നോസിൽ ന്യൂർ N1 ആണ് കേട്ടോ. പിന്നെ കളർ എടുക്കുന്നത് ആദ്യം ആ ഒരു ആംബറും യെല്ലോയും കൂടി ലെമൺ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷെയ്ഡിൽ കിട്ടും. ആദ്യം നമുക്ക് ഈ ഒരു കളർ യൂസ് ചെയ്തിട്ട് ഫ്ലവർ കൊടുക്കാം. ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഫ്ലവർ നമ്മൾ ചെയ്യുന്നില്ല. ഇതുപോലെ ഒന്ന് ഇടവിട്ട് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇപ്പം നമ്മൾ ആ ഒരു യെല്ലോ ഷെയ്ഡിൽ ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റെഡാണ് കേട്ടോ. ഷുഗറിൻ്റെ എണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇതേ രീതിയിൽ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഇതുപോലെ സെയിം നോസിൽ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ N1 നോസിലില്ലെങ്കിൽ 2D നോസിലോ അല്ലെങ്കിൽ 1M നോസിലോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒന്ന് ആ ഒരു ഫ്ലവറിൽ ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലവറിനൊക്കെ ലീഫ് കൂടി കൊടുക്കാം. ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ലീഫും അധികമായിട്ട് കൊടുക്കുന്നില്ല, ചെറിയ സൈസായിട്ട് ഇതുപോലെ വന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു ലീവ്സൊക്കെ ഒന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ ടോപ്പിലായിട്ടൊരു ഡിസൈൻ കൂടി കൊടുക്കാവേ. നമ്മൾ സ്പൂൺ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഡിസൈനാണ്. ഒത്തിരി കേക്ക്സിൽ ചെയ്തിട്ടുണ്ട്. ഈസി ഡിസൈനാണ് കേട്ടോ. അതുപോലെ ഒന്ന് സർക്കിൾസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട നോസിൽ നമ്പർ 5 ആണ്. ചെറിയ സ്റ്റാർ ടിപ്പാണ് കേട്ടോ. ഓപ്പൺ സ്റ്റാർ ടിപ്പാണ് എടുത്തിട്ടുള്ളത്. തീരെ ചെറിയ നോസിലാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ടും കൂടി ഫ്ലവർ കൊടുക്കാം. ചെറിയ ഫ്ലവറായിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ആ ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ആ ഒരു റെഡും കൂടെ കൊടുക്കാവേ. സെയിം നോസ് നമ്മൾ കേക്കിൻ്റെ ടോപ്പിലും ഈ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫും കൂടി കൊടുക്കാം. ചെറിയ ലീഫ് കൊടുത്താൽ മതി കേട്ടോ. തീരെ ചെറുന്ന് ടച്ച് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. 2 സൈഡിലും ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു ലീവ്സൊക്കെ ഒന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു കേക്ക് മാറ്ററൊക്കെ ആ ഒരു കേക്കിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് എഴുതി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഫൗണ്ടൻ്റെ ലെറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. എന്ത് തന്നെ ആയിരുന്നാലും നല്ല ക്യൂട്ടായിട്ട് കിട്ടിയുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്